കാര്യമൊക്കെ പറയാനായിട്ട് പോവുകയാണ്. എന്തായാലും കൊൽക്കത്ത ഡെർബി ഓർ എൽ ക്ലാസിക്കോ സൂപ്പർ കപ്പിൽ നടക്കുമോ എന്ന് നോക്കാം. നമ്മൾ ഫിക്ചർ നോക്കാൻ നേരത്താണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെയാണ് ഈസ്റ്റ് ബംഗ്ലാവും ബ്ലാസ്റ്റേഴ്സുമാണ് മത്സരം നടക്കാനായിട്ട് പോകുന്നത്. മറ്റൊരു മത്സരം അതേ ദിവസം തന്നെ മോഹൻ ബഗാനും അതുപോലെ തന്നെ ഐ ലീഗ് 3-ാം സ്ഥാനക്കാർ, ഐ ലീഗ് ആരാണ് 3-ാം സ്ഥാനം അവർ. അപ്പോൾ 6 വിദേശ താരത്തിനെ ഇറക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൺഫേം ആയതിനാൽ മോഹൻ ബഗാൻ 6 വിദേശ താരത്തിനെ ഇറക്കിയ കളി ഈസി ആയിട്ട് വിജയിക്കും. 6 വിദേശ താരത്തിനെ ഇറക്കിയാൽ പോലും ഇല്ലെങ്കിലും അവർ കളി വിജയിച്ച് പോകും. അങ്ങനെയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗ്ലാവിൻ്റെ കൂടെ വിജയിക്കുവാണെങ്കിൽ ഒരു എൽ ക്ലാസിക്കോ പോരാട്ടം കാണാൻ വീണ്ടും, അത് സൂപ്പർ കപ്പിൽ. അല്ലെങ്കിൽ ഈസ്റ്റ് ബംഗാൾ ബ്ലാസ്റ്റേഴ്സിനോട് വിജയിക്കുകയാണെങ്കിൽ മോഹൻ ബഗാനും ഈസ്റ്റ് ബംഗാളും കൊൽക്കത്ത ഡെർബി കാണാം. ഇതൊരു ISL AFFന്റെ പ്ലാനിങ് തന്നെയാണ് ഈ ഫിക്ചർ കാണാൻ. എന്തായാലും അന്ന് ആ ദിവസത്തെ ആദ്യത്തെ ഓപ്പണർ തന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ട, അതും അവർക്ക് നല്ലൊരു TRP കിട്ടും. അതുപോലെ തന്നെ രാത്രിയായിരിക്കും മോഹൻ ബഗാന്റെ മത്സരം. മോഹൻ ബഗാന്റെ മത്സരവും നല്ലൊരു TRP അവർക്ക് കിട്ടും. അതുപോലെ തന്നെ ക്വാർട്ടർ ഫൈനലിലും ഇവർ രണ്ടുപേരും ആരേറ്റുമുട്ടിയാലും, കൊൽക്കത്ത ഡെർബി ഓർ എൽ ക്ലാസിക്കോ ആരേറ്റുമുട്ടിയാലും നല്ലൊരു TRP കിട്ടും. അതുപോലെ തന്നെ സ്ട്രീമിങ്ങും നല്ലപോലെ വ്യൂസ് ആൾക്കാർ വന്നിരുന്ന് കാണുമെന്ന് കൃത്യമായിട്ട് അറിയുന്നുണ്ട്. നല്ല കിടിലം പോരാട്ടങ്ങളാവുന്ന അവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ഫിക്ചർ അവർ വെച്ചിരിക്കുന്നത്. അത് AFFന്റെ ഒരു ഇതാണ്. പക്ഷേ ഈ 2 ഫിക്ചർ നമ്മുടെ രീതി മികച്ച ഫിക്ചറാണ്. 2 വന്നാലും കാരണം ഒരു കിടിലം പോരാട്ടം സൂപ്പർ കപ്പിൽ കാണാം. ബ്ലാസ്റ്റേഴ്സ് എല്ലാം വിജയിച്ച് കയറി കിരീടത്തിലേക്ക് പോകട്ടെ എന്ന് മാത്രമേ ഉള്ളൂ.